അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പക്കോട റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ പക്കോട ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളകും പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബേക്കിംഗ് സോഡ. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി എരിവൊക്കെ ഇതിലേറെ വേണ്ടവരാണെങ്കിൽ ഇതിലേറെ ചേർത്ത് കൊടുക്കുക കേട്ടോ, പച്ചമുളകൊക്കെ ആണെങ്കിൽ. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയൊന്നുണ്ട്. കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവും. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കുറഞ്ഞൊരു ടൈറ്റിലാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം നമ്മൾ ചിക്കനൊന്നും വേവിച്ചാത്ത ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിക്കട്ടോ. നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനാവുമ്പോൾ കുറച്ച് വേപ്പിലയും പാടെ ചേർത്തിട്ട് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. അടുത്തോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി ചിക്കൻ പക്കോട റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കേ, ബൈ, വീണ്ടും കാണാം.